ഹായ് ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ്. അപ്പോൾ അതിനായി ആവശ്യമായ സാധനങ്ങൾ: ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യിട്ട് നന്നായി ചൂടാകുന്നവരെ കാത്തിരിക്കുക. അതിനുശേഷം ചെറുതായി അരിഞ്ഞ സവോള അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ നമ്മൾ അതിലിടുന്നത് ഇതുപോലെ ചെറുതായി അരിഞ്ഞ ക്യാരറ്റും ഉണ്ട്. അപ്പോൾ അതും അതിലേക്കിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഞാൻ ചെറിയൊരു ക്യൂബ് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും കൂട്ടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അരിക്ക് ആവശ്യമായ വെള്ളം അതിലോട്ട് ഒഴിച്ച് ഞാനിപ്പോൾ ഇവിടുന്ന് മൂന്ന് കപ്പ് അരിയും 4.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കുക. നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ അരി അതിലോട്ട് ഇടുക. അരിയെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് കുറച്ച് വേവാവുന്ന വെള്ളം വറ്റിയതിന് ശേഷം മൂടി തുറന്ന് നോക്കുക. നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഉള്ളി എടുത്ത് വഴറ്റിയിട്ടുണ്ട്, ബ്രൗൺ കളർ ആക്കിയിട്ടുണ്ട്. അതൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിലിട്ട് വെക്കുക. ഇനി നമുക്ക് അടുത്തത് ചിക്കൻ കറി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്ത് അതിലായിട്ട് ചെറിയ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഇവിടെ ഞങ്ങൾ ആദ്യം കുറച്ച് ചിക്കൻ വറുത്തിരുന്നു. ആ എണ്ണയിലാണ് ഞാനിപ്പോൾ ഉള്ളി വഴറ്റുന്നത്. അപ്പോൾ ഉള്ളിയെ വഴറ്റിയതിന് ശേഷം അതിലോട്ട് കുറച്ച് തക്കാളി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുക. ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചതച്ചത് ഇതിലോട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മൾ സിമ്പിളായിട്ടാണ് ഇതുണ്ടാക്കുന്നത്, ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. കറിവേപ്പില ഇട്ടു, അതേപോലെ മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ് എന്നിവയാണ് ഇപ്പോൾ പൊടികളായിട്ട് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ അതും ഇതിലോട്ട് ഇടുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് കുരുമുളകും. എല്ലാ ഭാഗത്തും നമ്മൾ മസാല യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കുക. അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി തിളപ്പിക്കണം. ഒന്നങ്ങോട്ട് തിളച്ചതിന് ശേഷം ഗ്രേവി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ചെറുതായി കഷ്ണങ്ങളാക്കി ചിക്കൻ അതിലോട്ട് ചേർക്കാം. കുറച്ച് എല്ലാ ഭാഗത്തും നന്നായിട്ട് ആവുന്ന വിധം ഇളക്കി കൊടുക്കുക.
അടുപ്പത്ത് ചിക്കൻ കറി മൂടി വയ്ക്കുക. എന്നിട്ട് ഈ കറി നന്നായിട്ട് തിളച്ച് വറ്റണ വരെ കാത്തു വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ ചിക്കൻ കറിയുടെ റെസിപ്പി.